നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ റിയാക്ട് കൊറിയിൽ ഇൻഫൈനൈറ്റ് ലിസ്റ്റ് പേജ് ആയിരുന്നു അല്ലേ നോക്കിയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൊറി ബൈ ഐഡി ആണ്. അതായത് ജേസൺ സെർവറിൽ നമ്മൾ ഓൾറെഡി ഒരു API മോക്ക് API സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് അല്ലേ. ഇതിൽ നമ്മൾ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് അവരുടെ ID കൊടുത്തിട്ട് ഫെച്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പൊ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ, ഇപ്പൊ മൊത്തം 10 സ്റ്റുഡൻസ് ഉണ്ട് ഇതിൽ. ID കൊടുത്തിട്ട് ഫെച്ച് ചെയ്യുവാണ്. ഇപ്പൊ നമ്മൾ ജേസൺ സെർവറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പേജ് ലിമിറ്റും പേജ് സൈസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നമ്മൾ URL തന്നെയല്ലേ സെറ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ID യൂസ് ചെയ്തിട്ട് നമ്മൾ ID ഓട്ടോ ജനറേറ്റ് ആണല്ലോ, അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടു. യൂസ് മ്യൂട്ടേഷൻ ഹുക്ക് യൂസ് ചെയ്തിട്ട് സ്റ്റുഡന്റിന്റെ നെയിമും ഏജും നമ്മൾ അപ്ഡേറ്റ് ചെയ്തപ്പം ID ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്തു അല്ലെ. ID എന്ന് പറയുന്നത് ഓട്ടോ ഫീൽഡ് ആണ്. നമ്മൾ സ്ലാഷ് കൊടുത്തിട്ട് ഏതാണോ നിങ്ങൾക്ക് ഫെച്ച് ചെയ്യേണ്ട സ്റ്റുഡന്റിന്റെ ID അത് കൊടുത്തിപ്പം 1 എന്നാ കൊടുക്കുന്നെങ്കിൽ 1 ID ഉള്ള സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ കിട്ടും. ഇനി നമ്മൾ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 2 ഉള്ള സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, അങ്ങനെ ഫൈനലി 10 കൊടുക്കുവാണെങ്കിൽ 10 കിട്ടും. അത് നമ്മൾ ജേസൺ സെർവറിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു കോൺഫിഗറേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതെങ്ങനെയാണ് റിയാക്ട് കൊറിയിൽ ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. റിയാക്ട് കൊറിയിൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫൈനൈറ്റ് ലിസ്റ്റ് റെൻഡറിങ്ങിന്റെ പേജ് ആണ്. ഈ പേജ് തന്നെയാണ് റീയൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്തത്, നമ്മളൊരു പേജ് സൈസും ഒരു ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലിമിറ്റിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും ഡീറ്റെയിൽസ് ഈ ഒരു ലിസ്റ്റിലേക്ക് റെൻഡർ ചെയ്യൂലേ. ഇപ്പൊ ലിസ്റ്റിന്റെ കീ ആയിട്ട് സ്റ്റുഡന്റിന്റെ ID സെറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ആ ലിസ്റ്റിന്റെ ക്യാപ്ഷൻ ആയിട്ട് ഇവിടെ നമ്മൾ സ്റ്റുഡന്റിന്റെ നെയിമും ഏജും കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാപ്ഷൻ നമ്മളൊരു ലിങ്ക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ പേജിലേക്ക് പോകണം. ആ ഡീറ്റെയിൽ പേജിൽ നമ്മൾ സ്റ്റുഡന്റിന്റെ ആ ക്ലിക്ക് ചെയ്തിരിക്കുന്ന സ്റ്റുഡന്റിന്റെ ID ബേസ് ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സെർവറിൽ പോയി ഫിച്ച് കൊണ്ടുകൊണ്ട് വന്ന് ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഇത് നമ്മൾ റിയാക്ട് ജേസ് കൂടാതെ റിയാക്റ്റിൽ തന്നെ ഒരു പാക്കേജ് നിങ്ങൾ കുറെ പേർക്ക് അറിയായിരിക്കും, റിയാക്ട് റൗട്ടർ ഡോം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ ചാനലിൽ റിയാക്ട് റൗട്ടർ ഡോമിന്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. റിയാക്ട് റൗട്ടർ ഡോം ഒക്കെ റിയാക്ട് പഠിക്കുന്നവർക്ക് മസ്റ്റ് ആയിട്ടും പറഞ്ഞിരിക്കേണ്ട ലൈബ്രറിയാണ് കേട്ടോ. റൗട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ Next.js ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ആപ്പ് റൗട്ടർ ഒക്കെ അതിൽ ബിൽറ്റിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. റിയാക്ട് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണല്ലോ ഇങ്ങനത്തെ എക്സ്റ്റേണൽ ലൈബ്രറീസ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി റിയാക്ട് റൗട്ടർ ഡോം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്. npm install പാക്കേജ് നെയിം, അതായത് റിയാക്ട് റൗട്ടർ ഡോം കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ main.jxൽ വന്നിട്ട് ബ്രൗസ് റൗട്ടർ, അത് റിയാക്ട് റൗട്ടർ ഡോം പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പോണന്റ് ആണ്. ഈ കോമ്പോണന്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ എൻറ്റയർ ആപ്ലിക്കേഷനെ നമ്മൾ കൊറി ക്ലൈന്റ് പ്രൊവൈഡർ വെച്ച് റാപ്പ് ചെയ്തതുപോലെ തന്നെ ബ്രൗസർ റൗട്ടർ യൂസ് ചെയ്തിട്ടും റാപ്പ് ചെയ്യണം. സോ ഞാൻ ഈ ആപ്പ് കോമ്പോണന്റിനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് ഞാൻ റിയാക്ട് റൗട്ടർ ഡോമിന് വേണ്ടി ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻ. ഇനി അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ID വെച്ച് സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തിട്ട് ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് പേജിലേക്കാണ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നല്ലേ. സോ കോമ്പോണൻസ് ഫോൾഡറിന്റെ അണ്ടറിൽ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. .jxs ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ കോഡ് സ്നിപ്പറ്റ് RIFC യൂസ് ചെയ്തിട്ട് ഒരു ഫങ്ഷണൽ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ ഈ ഡിവിഷന് ജസ്റ്റ് ഒരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ലേറ്റർ നമ്മൾ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആക്സസ് യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തിട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ റെൻഡർ ചെയ്യും കേട്ടോ, ലിസ്റ്റ് റെൻഡർ ചെയ്യും. ഇപ്പൊ ജസ്റ്റ് ഈ ക്യാപ്ഷൻ മതി. ഇനി ഞാനിത് ജസ്റ്റ് ക്ലോസ് ചെയ്യുവാണ്. ഇനി നമ്മൾ app.jxs എടുത്തിട്ട് റൗട്ട്സ് ആണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു കോമ്പോണന്റിലെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, ഇതും കൂടെ ഞാൻ നമ്മുടെ കോമ്പോണന്റിന്റെ ഫോൾഡറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് സ്റ്റുഡന്റ് ഡീറ്റെയിൽസിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ 2 റൗട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് റൂട്ട് റൗട്ടും പിന്നെ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകണം. റിയാക്ട് റൗട്ടർ ഡോമിൽ റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 കോമ്പോണൻസ്, റൗട്ട്സിനെയും അതുപോലെ തന്നെ റൗട്ടിനെയും കൂടെ ഞാൻ ഇമ്പോർട്ട് ചെയ്യുവാണ്. ഇനി റൗട്ട്സ് കോമ്പോണന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എൻ്റെ റൗട്ടിനെ റാപ്പ് ചെയ്യണം അല്ലെ. റാപ്പ് ചെയ്യുന്നു. ഇനി 2 റൗട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റൗട്ട് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്കറിയാലോ, ഇതിൽ പാത്ത് ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് റൂട്ട് റൗട്ട് ആയതുകൊണ്ട്, അതായത് ഹോം പേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സ്ലാഷ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇതിന്റെ കോമ്പോണന്റ് ഏതാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ കോമ്പോണന്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് ഏത് കോമ്പോണന്റാ വരേണ്ടത്, ഫസ്റ്റ് സ്റ്റുഡന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പോണന്റ് ആയതുകൊണ്ട് ആ കോമ്പോണന്റ് കൊടുത്തു. ഓക്കെ, അതായത്
റിയാക്ട് ഔട്ടർ ഡോമിൽ നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ റൗട്ടും കോമ്പോണൻസ് എടുത്തു. എല്ലാ റൗട്ട്സിനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ റൗട്ടിനെയും റൗട്ട്സ് കോമ്പോണന്റ് വെച്ച് റാപ്പ് ചെയ്യണം. ഇനി ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റൗട്ട് കോമ്പോണന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ പാത്ത് ആട്രിബ്യൂട്ടിലാണ് നമ്മൾ പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എലമെന്റിൽ നമ്മൾ അത് ലോഡ് ചെയ്ത് വരേണ്ട കോമ്പോണന്റും കൊടുക്കും. ഇനി ഒരു റൗട്ടും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളത് സ്റ്റുഡന്റ് ലിസ്റ്റിൽ നിന്ന് ഒരു സ്റ്റുഡന്റിന്റെ നെയിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡീറ്റെയിൽസ് പേജിലേക്ക്, ഇവിടെ നമ്മൾ സ്റ്റുഡന്റ് ലിസ്റ്റ് ആയിരുന്നു കൊടുക്കേണ്ടത്, ഡീറ്റെയിൽസ് പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് എഗെയിൻ ഇതിനൊരു പാത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ കൊടുക്കുന്നത് സ്റ്റുഡന്റ് എന്നാണ് പാത്ത് കൊടുക്കുന്നത്. /:ID, അതായത് ഒരു യൂസർ പാരാമീറ്റർ. സ്റ്റുഡന്റ് ലിസ്റ്റിൽ നിന്ന് ഒരു ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ID ഫെച്ച് ചെയ്തിട്ട് ആ ID നെക്സ്റ്റ് പേജിലേക്ക് പോകണം അല്ലേ. അപ്പൊ സ്ലാഷ് കൊടുത്തില്ല കേട്ടോ. ഇനി ID എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റുഡന്റിന്റെ നെയിം ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ID സ്റ്റുഡന്റ് ഡീറ്റെയിൽസിലേക്ക് പോയി അവിടുന്ന് ID ബേസ് ചെയ്തിട്ട് വേണം സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ ഫെച്ച് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രൗസറിൽ പാരാമീറ്റർ ആയിട്ടാണ് ഈ ID സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് യൂസ് പാരം ഹുക്ക് യൂസ് ചെയ്യണം റൗട്ടർ ഡോമിൽ. ഇനി ഞാൻ അഗൈൻ ഇതിന്റെ കോമ്പോണന്റ് സ്റ്റുഡന്റ് ഡീറ്റെയിൽസും കൂടെ കൊടുക്കും. നമുക്ക് ആവശ്യമുള്ള റൗട്ട്സ് എല്ലാം നമ്മൾ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ബ്രൗസറിൽ വന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്യാം. അപ്പോ ഹോം റൗട്ട് വന്നിട്ടുണ്ട്. /student/1 എന്ന് കൊടുക്കാം തൽക്കാലം. സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഓക്കെ, റൗട്ട്സ് വന്നു. ഇനി നമുക്ക് ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ലിങ്ക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിന്റെ പേജിലേക്ക് പോകണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അഗെയിൻ റിയാക്ട് ഔട്ടർ ഡോം ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിങ്ക് കോമ്പോണന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിയാക്ട് ഔട്ടർ ഡോമിന്റെ ട്യൂട്ടോറിയലിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. സോ സ്റ്റുഡന്റ് ലിസ്റ്റ് ഡോട്ട് JXS, അതായത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫൈനൈറ്റ് ലിസ്റ്റ് ലോഡിങ് ക്രിയേറ്റ് ചെയ്തത് ഇൻഫൈനൈറ്റ് കൊറി ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ പ്രീവിയസ് വീഡിയോയിൽ ഈ പേജിലായിരുന്നു നമ്മൾ ഇൻഫൈനൈറ്റ് ലിസ്റ്റ് ലോഡിങ് ചെയ്തത്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. അവിടെ യൂസ് കൊറി ഹുക്കിന് പകരം യൂസ് ഇൻഫൈനൈറ്റ് കൊറി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫൈനൈറ്റ് സ്ക്രോളിംഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ നമ്മൾ യൂസ് ഇൻഫൈനൈറ്റ് കൊറി ഹുക്ക് യൂസ് ചെയ്ത് ഡാറ്റ ഫിറ്റ് ചെയ്തിട്ട് ലൂപ്പ് ചെയ്ത് ലിസ്റ്റിലേക്ക് റെൻഡർ ചെയ്യും. അപ്പൊ ഈ സ്റ്റുഡന്റിന്റെ നെയിമും ഏജ് വരുന്നു ക്യാപ്ഷൻ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ ഇത് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഒരു ലിങ്ക് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാക്ട് ഔട്ടർ ഡോം കോമ്പോണന്റ് ലിങ്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ലിങ്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ ക്യാപ്ഷൻ ഞാൻ റിമൂവ് ചെയ്യുവാണ്. എന്നിട്ട് ഇവിടെ ലിങ്ക് കോമ്പോണന്റിനെ കോൾ ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ലിങ്ക് കോമ്പോണന്റിന്റെ അകത്ത് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് റൗട്ടാണോ ഓപ്പൺ ചെയ്ത് വരേണ്ടത് ആ റൗട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. സോ ഞാൻ 2 ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുവാണ്. ഇതിന്റെ അകത്ത് നമ്മളിവിടെ ഓൾറെഡി റൗട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള റൗട്ടിലേക്ക്, അതായത് ഡീറ്റെയിൽസ് കോമ്പോണന്റ് അല്ലേ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ /student/ ഈ ID പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ സ്റ്റുഡന്റിന്റെ ഒബ്ജക്റ്റിന്റെ അകത്തുനിന്ന് ID ഫെച്ച് ചെയ്യുന്നു. അതായത് ഇൻഫൈനൈറ്റ് കൊറി നമുക്ക് സ്റ്റുഡന്റ് ഡാറ്റ തരും. അതിൽ കൂടെ നമ്മൾ മാപ്പ് ചെയ്ത് ഓരോ സ്റ്റുഡന്റിനെ ആയിട്ട്, ഇത് പ്രീവിയസ് വീഡിയോ, ഇതിന്റെ കാണാത്തൊരു പ്രീവിയസ് വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് എങ്ങനെയാ വരുന്നത് എന്നുള്ളത് ഒന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ലിങ്കിന്റെ ക്യാപ്ഷൻ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപ്ഷൻ എന്താണ്? സ്റ്റുഡന്റിന്റെ അകത്തുനിന്ന് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി, അതായത് ID ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ID നമ്മൾ ലിങ്കിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു. ക്യാപ്ഷൻ ആയിട്ട് സ്റ്റുഡന്റിന്റെ നെയിമും സെറ്റ് ചെയ്തു. അപ്പോൾ ലിസ്റ്റിൽ നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. ജസ്റ്റ് ഒന്നും കൂടെ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിന്റെ പേജിലേക്ക് പോകുന്നുണ്ട്. എന്റെ ഡീറ്റെയിൽസ് എന്താ പറ്റില്ല, ഡീറ്റെയിൽസ് റിമൂവ് ആയി. ഇനി നമ്മുടെ അടുത്ത റിക്വയർമെന്റ് എന്താണ്? നമുക്ക് ഈ ലിസ്റ്റിലേക്ക് പോകുമ്പം ഈ ID ഈ പേജിൽ വരണം. എന്നിട്ട് ഈ പേജിൽ നിന്ന് എഗെയിൻ നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ, അസിൻക്രണസ് ഫംഗ്ഷൻ എഴുതി ഈ ഡാറ്റ ഫെച്ച് ചെയ്ത് ആ ഡാറ്റനെ റെൻഡർ ചെയ്യണം ഈ പേജിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഗെയിൻ നമ്മൾ റിയാക്ട് കൊറിന്റെ യൂസ് കൊറി ഹുക്കാണ്. ഇൻഫൈനൈറ്റ് ഹുക്ക് ഒന്നും വേണ്ട, പേജിനേഷൻ ഒന്നും ഇല്ല. അത് സിമ്പിൾ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്താൽ മതിയല്ലോ. ഫസ്റ്റ് നമ്മൾ റിയാക്ട് ഔട്ടർ ഡോം പ്രൊവൈഡ് ചെയ്യുന്ന യൂസ് പാരം എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്കിനെ ഇമ്പോർട്ട് ചെയ്യണം. അതായത് നമ്മുടെ റൗട്ടറിൽ നിന്ന് പാരാമീറ്ററിനെ ഫെച്ച് ചെയ്യുന്നത് ഈ ഹുക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ യൂസ് കൊറി ഹുക്കില്ലേ,
അതിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യണം റിയാക്ട് കൊറിന്ന്. ഫൈനലി നമുക്ക് ആക്സിയോസ് ലൈബ്രറി ഇല്ലേ, എഗെയിൻ ഒരു ഡാറ്റ ഫെച്ചും കൂടെ ഇവിടെ വേണമല്ലോ. ആക്സിയോസിനെ ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത്രയും ഡിപ്പെൻഡൻസീസ് ആണ് നമുക്ക് ഈ പേജിൽ വേണ്ടത്. നെക്സ്റ്റ് ഞാൻ സ്റ്റുഡന്റിന്റെ ഐ ഡി ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനും കൂടെ എഴുതുവാണ്. ഫെച്ച് സ്റ്റുഡന്റ് ബൈ ഐ ഡി എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. എഗെയിൻ ഒരു ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആരോ ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് എനിക്ക് സ്റ്റുഡന്റിന്റെ ഐ ഡി വരും. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ആക്സിയോസ് ലൈബ്രറി യൂസ് ചെയ്ത് ഫെച്ച് ചെയ്തില്ലേ, ആ കോഡ് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് പേജ് സൈസും ലിമിറ്റും ഒക്കെ ഞാൻ റിമൂവ് ചെയ്യാം കേട്ടോ, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പകരം സ്ലാഷ് ഐ ഡി ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ജേസൺ സെർവറിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഐ ഡി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അസിൻ കീവേഡ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഫൈനലി ഞാൻ ഈ ഡാറ്റേനെ റിട്ടേൺ ചെയ്യുവാണ്. ഓക്കെ, അത് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനായി. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ യൂസ് കൊറി ഹുക്കിനെ കോഡ് ചെയ്തിട്ട് ഈ ഹുക്കിൽ നിന്ന് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യണം അല്ലെ. യൂസ് കൊറി ഹുക്കിന്റെ പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരുന്നു? ഒരു കൊറി കീ ഉണ്ടാവും. ഇതിന്റെ കൊറി കീ ആയിട്ട് ഞാൻ സ്റ്റുഡന്റ് ബൈ ഐ ഡി എന്നാട്ടോ കൊടുക്കുന്നത്. നമ്മൾ എല്ലാ സ്റ്റുഡന്റിന്റെയും ഡീറ്റെയിൽസ് എടുക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ കൊറി ഫംഗ്ഷൻ ആയിട്ട് എഗെയിൻ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. സ്റ്റുഡന്റ് ബൈ ഐ ഡിയിൽ നമുക്കൊരു ഐ ഡി പാസ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ഈ ഐ ഡി വേണമല്ലേ. ഐ ഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് പാരം ഹുക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. ഐ ഡി ഇത് റിയാക്ട് റൗട്ടർ ഡോം പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഹുക്കാണ് കേട്ടോ. അപ്പം യൂസ് പാരം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇവിടെ കൊടുത്തിരിക്കുന്ന, ഇവിടെ എന്താണോ ആട്രിബ്യൂട്ടിന് നെയിം കൊടുത്തിരിക്കുന്നത് അതേ നെയിം കൊടുത്താൽ മതി. നമ്മൾ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുവാണ് ആ യു ആർ എല്ലിൽ നിന്ന് പാരാമീറ്ററിനെ. ഐ ഡി എടുത്തു, ഈ ഐ ഡിനെ നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയില്ലേ. അതായത് ലിങ്കിൽ നിന്ന് നമ്മൾ ഐ ഡി റീട്രൈവ് ചെയ്തു. ആ ഐ ഡി യൂസ് ചെയ്തിട്ട് എഗെയിൻ യൂസ് കൊറി ഹുക്ക് യൂസ് ചെയ്ത് നമ്മൾ ആ പർട്ടിക്കുലർ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽ മാത്രം ഫെച്ച് ചെയ്തു. ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ ഡാറ്റേനെ റെൻഡർ ചെയ്യണം. സോ യൂസ് കൊറി ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ ഒന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്യുവാണ്. എറർ, ഈസ് ലോഡിംഗ് ഡാറ്റ, ഇത്രയും കാര്യങ്ങൾ. ഇതൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവര് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഇഫ് ഓഫ് എറർ ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, എറർ എന്നും പറഞ്ഞിട്ട് ഒരു ഡിവിഷനെ റിട്ടേൺ ചെയ്തു അല്ലെ. എറർ ഡോട്ട് മെസ്സേജിനെ കാണിക്കാം. ഇതുപോലെ തന്നെ ഞാൻ ഈ ലോഡിങ്ങിനെയും കൂടെ ചെയ്യുവാണ് കേട്ടോ. ലോഡിംഗ് ആണെങ്കിൽ ഡിവിഷനിൽ ജസ്റ്റ് ലോഡിംഗ് മെസ്സേജ് കാണിച്ചു കൊടുത്തു. ഡാറ്റ എക്സിസ്റ്റിംഗ് ആണോ എന്നൊരു ചെക്കും കൂടെ ചെയ്യാം. നോട്ട് ഈക്വൽ ടു ഡാറ്റ ആണെങ്കിൽ, അതായത് ഇപ്പൊ സപ്പോസ് നമ്മൾ ഇല്ലാത്തൊരു സ്റ്റുഡന്റിന്റെ ഐ ഡി കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ സ്റ്റുഡന്റ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് കാണിക്കണ്ടേ. അതിന് വേണ്ടിയിട്ടൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് ആ ഡിവിഷന്റെ ക്യാപ്ഷൻ ആയിട്ട് ഞാൻ സ്റ്റുഡന്റ് നോട്ട് ഫൗണ്ട് എന്ന് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് റെൻഡറിങ്ങിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ജസ്റ്റ് ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. ഞാൻ ഈ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാപ്ഷൻ ഒന്ന് റിമൂവ് ചെയ്യുവാണ്. ഇവിടുന്ന് നമ്മൾ ഡാറ്റ ഡോട്ട് നെയിം, അഗൈൻ ഒരു പാരഗ്രാഫ് ടാഗിൽ ഡാറ്റ ഡോട്ട് ഏജ്, ഒരു പാരഗ്രാഫ് ടാഗും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഡാറ്റ ഡോട്ട്, പിന്നെ സ്റ്റുഡന്റ് ഡോട്ട് ജെ എസ് ഫയലിൽ എന്തൊക്കെയാണോ ഉള്ളത്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, സബ്ജക്റ്റും ഗ്രേഡും ഉണ്ട്. അപ്പൊ സബ്ജക്റ്റിനെയും ഗ്രേഡിനെയും കൂടെ സബ്ജക്റ്റ് സ്റ്റുഡന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ക്ലിയർ ആയില്ലേ? നമുക്ക് അഗെയിൻ വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്തു. സ്റ്റുഡന്റിന്റെ ലിസ്റ്റ് ലിങ്ക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ജോൺ എന്ന് പറഞ്ഞതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ID 1 ഈ പേജിലേക്ക് വന്നു, അതായത് ഈ റൗട്ടിലേക്ക് വന്നു. ജോണും ഏജ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്.
എഗെയിൻ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ജെയിംസ് ബ്രൗണിനെ ഒന്ന് നോക്കാം. ജെയിംസ് ബ്രൗൺ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ഇനി ലോഡ് മോർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ എലിസബത്ത് തോമസിനെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ സക്സസ്ഫുള്ളി ID ത്രൂ സ്റ്റുഡന്റിന്റെ ഡാറ്റ ഫെച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമ്മൾ റിയാക്ട് ക്വറി കൂടാതെ റിയാക്ട് ഔട്ടർ ഡോം റിയാക്ടിന്റെ ലൈബ്രറിയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ലൈബ്രറിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ ഇന്റർവ്യൂസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാൻഡേറ്ററി ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രെയിം വർക്ക് ആണ്. ഇപ്പൊ നെക്സ്റ്റ്.js ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പാക്കേജസിന്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് വരില്ല. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വെബ് ഡെവലപ്മെന്റിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.